മക്കളൊന്നും ഇല്ല. ഞാൻ ആദ്യം കല്യാണം കഴിച്ച് 1 വർഷത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എനിക്ക്. 8 മാസത്തിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് 40 ദിവസമാകുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി. പിന്നീട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സഹിക്കാൻ വേണ്ടി മാത്രം ഒരു ഭർത്താവ് എന്ന പേരെന്തിനാ എനിക്ക്? അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുന്നത് നയിച്ചുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചോളാം. എനിക്കിനി ഭർത്താവും വേണ്ട, ആരും വേണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സഹോദരന്മാരോടൊക്കെ കുടുംബത്തിനോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കാരണമായത്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമമുണ്ടാവും. അപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരായെങ്കിലും അല്ലാത്ത ആൾക്കാരായെങ്കിലും ചോദിക്കാറുണ്ട് എൻ്റെ സഹോദരന്മാരോടൊക്കെ, പിന്നെ അവിടെ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കുന്നത്, എവിടെയെങ്കിലും പിന്നെ കല്യാണം കഴിച്ച് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ആങ്ങളമാരൊന്നും ഇഷ്ടിക്കൊന്നുമല്ല, ഞാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഞാൻ തന്നെ പറഞ്ഞ് എനിക്കിനി കല്യാണമൊന്നും വേണ്ട, എവിടെ വെച്ച് എനിക്ക് നോക്കണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, എൻ്റെ ആയുസുണ്ട് അത്രക്കാലം ഞാനിങ്ങനെ ജീവിച്ചോളാം, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ ആർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരും എന്നെ നിർബന്ധിക്കാതെ ഒഴിവാക്കിയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് എന്നെ എത്ര ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ വേണ്ടാന്ന് നിർബന്ധപൂർവ്വം ഞാൻ വേണ്ട എന്ന് വെച്ച് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഉമ്മാൻ്റെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലോ, ബോറടിക്കുന്നല്ലേ, അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാനെല്ലാം തുടങ്ങിയതായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ, കട്ട് ചെയ്യാൻ, പിന്നെ എഡിറ്റ് ചെയ്യാൻ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നേ പഠിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് 1 ലക്ഷത്തിന് പോസ്റ്റ് ചെയ്തത്. പിന്നെ അത് ഇതായിപ്പോയി. അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടതാണ്. പിന്നെ അത് എവിടെയെങ്കിലും ഉമ്മാനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിൽക്കാൻ പോകണമെങ്കിൽ ഉമ്മാനെ അനിയത്തിൻ്റെ അടുത്താ അങ്ങനെ അവിടെ നിർത്തിക്കണോ, അല്ലെങ്കിൽ അനിയത്തിക്ക് ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവൾക്ക് മക്കളെ സ്കൂള്, പിന്നെ അവൾക്കൊരു ജോലിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ കിലോമീറ്റർ നടന്നിട്ട് കുറച്ച് പോകണം വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊന്നും അനിയത്തിക്ക് ഇവിടെ വന്നിട്ട് എപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ല. അവളെപ്പോഴും വന്നാൽ 1 ദിവസം 2 ദിവസം നിൽക്കും. പിന്നെ ആങ്ങളുടെ ഭാര്യയും മക്കളും ഇങ്ങനെ വന്നാൽ സ്കൂൾ മദ്രസൊക്കെ ലീവ് കിട്ടുമ്പോൾ വന്നാൽ ഒരാഴ്ച 10 ദിവസമായി അങ്ങനെ നിൽക്കും ഇവിടെ വന്നാൽ. പിന്നെ അതിലപ്പുറം നിൽക്കാൻ അവർക്കും പറ്റുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ?